ഗിദെയോൻ മിദ്യാന്യരെ ജയിച്ചതുകൊണ്ട് ഇസ്രായേലിയർ പറഞ്ഞു, നീ ഞങ്ങൾക്ക് രാജാവായിരിക്കണം. നീ മാത്രമല്ല, നിന്റെ കാലശേഷം നിന്റെ മകനും മകൻ്റെ മകനും എന്ന് പറഞ്ഞു. അതിന് ഗിദെയോൻ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് രാജാവാകില്ല, എൻ്റെ മകനും ആകില്ല. യഹോവയത്രേ നിങ്ങളുടെ രാജാവ് എന്ന് പറഞ്ഞു. താൻ പരാക്രമശാലി ആയതുകൊണ്ടോ തനിക്ക് കഴിവുള്ളതുകൊണ്ടോ ഒന്നുമല്ല താൻ യുദ്ധം ജയിച്ചത് എന്ന് ഗിദെയോൻ അറിയാം. ദൈവത്താലാണ് തനിക്ക് ജയം ലഭിച്ചതെന്ന് ആയതിനാൽ ഞാനല്ല രാജാവ്, ജയം തന്ന ദൈവം തന്നെയാണ് നമ്മുടെ രാജാവ്. അതുപോലെയാണ് പുതിയ നിയമ വിശ്വാസികളായ നമ്മുടെ രാജാവ് നമ്മുടെ കർത്താവാണ്. പിശാചിനെ ആയുധവർഗം വെപ്പിച്ചു ക്രൂശിൽ ജയോത്സവം കൊണ്ടാടിയത് നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവാണ്. അതുകൊണ്ട് വചനം പറയുന്നു, ഞാൻ ക്രിസ്തുവിനോടുകൂടി ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തുവത്രേ എന്നിൽ ജീവിക്കുന്നു. അങ്ങനെയെങ്കിൽ നമ്മിൽ ജീവിക്കുന്നതും നമ്മിൽ വാഴുന്നതും നമ്മുടെ രാജാതിരാജാവായ ക്രിസ്തുവത്രേ.